ഹായ് മച്ചന്മാരെ, വിഷുവിൻ്റെ തലേ ദിവസമായിട്ട് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാട്ടോ. ഞങ്ങളിവിടെ ബീഹാറിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ചെറിയ രീതിയിലൊരു കണി വയ്ക്കാനും ഒരു ചെറിയ സദ്യ തട്ടിക്കൂട്ടാനും ഒക്കെ ഉള്ളൊരു പ്ലാനുണ്ട്. സദ്യക്കുള്ള കുറച്ച് പച്ചക്കറി വാങ്ങാനും പിന്നെ കണി വയ്ക്കാനുള്ള കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനും വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഭിंडी कैसे यार? 40 किलो है, आधा किलो रखते हैं ना. പച്ചക്കറിയുടെ വിലയൊക്കെ നമ്മുടെ നാട്ടിലെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുറവാണ്. പക്ഷേ ഈ മീനിൻ്റെ ഇറച്ചിയുടെയൊക്കെ വില നല്ല കൂടുതലുമാണ് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ കണി വെക്കുന്നതിൽ മെയിൻ ഐറ്റമായിട്ടുള്ള കണി വെള്ളരി കപ്പി കുറേ കടകളൊക്കെ നോക്കി, പക്ഷേ എവിടെയും കിട്ടാനില്ല. ഇത് കണി വയ്ക്കാനും സദ്യയ്ക്കും വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. എനിക്കിവിടുത്തെ കരിമ്പ് നല്ല ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കരിമ്പല്ല, ഇവിടെ നല്ല വെള്ളക്കരിമ്പാണ്. നല്ല ടേസ്റ്റുള്ള കരിമ്പാട്ടോ ഇത്. ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിട്ട് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അങ്ങനെ സദ്യക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങി ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സും കൂടെ വാങ്ങാനുള്ളൂ. വെള്ളരി മാത്രമല്ല, കണിക്കൊന്ന കിട്ടാനും ഇവിടെ നിവൃത്തിയൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ കിട്ടാവുന്ന ഐറ്റംസ് വെച്ചിട്ടൊരു കണി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അച്ചാർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി ഐറ്റംസൊക്കെ നാളെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന മാങ്ങയൊക്കെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് അച്ചാറാക്കി വെച്ചാൽ മതി. ഞങ്ങൾ അത്രയ്ക്ക് വലിയ കുക്കിംഗ് വശമുള്ള ആൾക്കാരൊന്നുമല്ല. പിന്നെ ആദ്യമായിട്ടാണ് ഈ സദ്യ ഉണ്ടാക്കുന്നതും. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ചെറിയ രീതിയിലൊരു കണിയൊക്കെ ഒരുക്കി. അത്രയ്ക്ക് ഗ്രാൻഡായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉള്ള ഐറ്റംസൊക്കെ വെച്ച് അത്യാവശ്യം നന്നായിട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം രാവിലെ ഞങ്ങളൊന്ന് കണിയും കണ്ടു. അടുത്ത ദിവസം രാവിലെ തന്നെ പണിയൊക്കെ തുടങ്ങിയായിരുന്നു. ഉച്ചവരെ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുക്കിംഗ് ഒക്കെ തീർക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടെല്ലാം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ഗ്രാൻഡായിട്ടുള്ള സദ്യ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും നമുക്കില്ല. എന്നാലും ഒരു 5 കൂട്ടം കറിയും പിന്നെ ഒരു പായസമൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വെജ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ കൂടെ ഉണ്ടാക്കാനുള്ളൂ. ചില സ്ഥലങ്ങളിലൊന്നും വിഷുവിനൊന്നും നോൺ വെജ് ഒന്നും വെക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ കടൽ മീൻ തീരെ കിട്ടാറില്ല, അല്ലെങ്കിൽ മീൻ കൂടെ വാങ്ങിയേനെ. അങ്ങനെ ഒരു 8:30 ആയപ്പോഴേക്കും ഏകദേശം പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇനി പായസം കൂടെ ശരിയാവാനുള്ളൂ. യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാരമൽ സേമിയോ പായസമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് മുമ്പ് ഞങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എനിക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സേമിയോ പായസത്തിനെക്കാട്ടി കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഈ പായസം കേട്ടോ. അങ്ങനെ 2 പേരും കൂടെ പണിയൊക്കെ പെട്ടെന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി ജോലി സ്ഥലത്തൊന്ന് പോയി വന്നിട്ട് വേണം സദ്യ കഴിക്കാൻ. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വാഴയില കിട്ടാൻ വേണ്ടി കുറച്ച് തിരഞ്ഞു നടക്കേണ്ട വന്നായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദ്യ ഉണ്ടാക്കുന്നത്. എന്നാലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വിഷു പോലെ തന്നെ ഇവിടെ ഇന്നൊരു വിശേഷ ദിവസമാണ്. പക്ഷേ ഇവർ ബിഹു എന്നാണ് പറയുന്നത്. നമ്മുടെ വിഷു പോലെ തന്നെ ബിഹുവും ഒരു കൊയ്ത്തുത്സവമാണ്. ഇന്നത്തെ ദിവസം വിഷു മാത്രമായിരുന്നില്ല, എൻ്റെ പിറന്നാൾ കൂടെ ആയിരുന്നു. അതുകൊണ്ട് പൊണ്ടാട്ടി ചെറിയൊരു ഷൂ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ലീ കൂപ്പറിൻ്റെ ഒരു ഹൈ ആംഗിൾ ഷൂസാണ് അവൾ ഓർഡർ ചെയ്തത്. യൂണിഫോമിൻ്റെ ഒപ്പമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഷൂ ആണ്. ഇന്ന് നല്ല ഹെവി ഫുഡ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ ഭക്ഷണമൊക്കെ ദഹിക്കാനായിട്ട് എടുത്തുള്ള പാർക്കിലൊക്കെ ഒന്ന് നടക്കാനിറങ്ങി. നല്ല രീതിക്ക് കാറ്റ് വീശുന്നുണ്ട്, മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പിലോപ്പിയ മുഷിയൊക്കെ ഉണ്ട്, നാടൻ മുഷിയൊക്കെ ഉണ്ട്. ഇതിൽ നല്ലവണ്ണം മീനുള്ള കുളമാണ്, പക്ഷേ മീൻ പിടിക്കാനിവിടെ സമ്മതിക്കാറില്ല. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണേ.